ഹലോ വെൽക്കം ടു വിസ്ക് ആൻഡ് വ്യൂ. ഇന്ന് നമ്മൾ പട്ടുപാവാടയ്ക്കൊക്കെ പെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടോപ്പിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. ഈ ഒരു ഹാഫ് ഇലാസ്റ്റിക് സ്കേർട്ടിൻ്റെ വീഡിയോ ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. നമുക്ക് ടോപ്പ് കട്ട് ചെയ്താലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ തുണി രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട്. വീണ്ടും അതിനെ ഒന്നും കൂടി ഇതുപോലെ കണ്ടില്ലേ മടക്കുകയാണ്. അപ്പോൾ മടക്കുന്ന സമയത്ത് നമ്മൾ ബാക്ക് പോർഷനിലാണ് ഇവിടെ ഹുക്ക് കൊടുക്കുന്നത്. ഈ ഒരു ക്ലോത്തിലാണ് നമ്മുടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്ക് പോർഷനിലാണ് ഹുക്ക് കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ ഒരു എക്സ്ട്രാ ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻ ഇങ്ങോട്ട് കയറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. കൺഫ്യൂഷൻ ആവാതിരിക്കാൻ ഇതുപോലെ ഒരു ചെറിയൊരു പേപ്പറിൽ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം നമ്മളിതാ ഇതിനെ തുണി ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. ഇനി ഇതാണ് ഓപ്പൺ സൈഡ്. ഓപ്പൺ സൈഡിൽ ഞാനൊരു ഹാഫ് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സൈഡിനെ നമ്മളിങ്ങോട്ട് ആ ഹാഫ് ഇഞ്ചിൻ്റെ വര വരച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്കാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ മുകളിലുള്ള ആ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം ഫ്രണ്ട് പീസിനും ബാക്കിലുള്ള ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ബാക്ക് പീസിനും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 14+1.5 ഇഞ്ചാണ്. മുകളിൽ ഹാഫ് ഇഞ്ച്, താഴെ 1 ഇഞ്ച് മടക്കി അടിക്കാൻ, അങ്ങനെ കൂട്ടിയിട്ട് ടോട്ടൽ ലെങ്ത്ത് 14.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 5.5 ഇഞ്ച് ഷോൾഡർ, അതേപോലെ തന്നെ 5.5 ഇഞ്ച് ആം ഹോള്, പിന്നെ നെക്ക് വിഡ്ത്ത് 2.5, ബാക്ക് നെക്ക് 2ഉം ഫ്രണ്ട് നെക്ക് 3ഉമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്താ ചെസ്റ്റിൻ്റെ മാർക്ക് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഫാബ്രിക് കട്ട് ചെയ്യുമ്പോൾ പറയാം കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ സീം അലവൻസ്, പിന്നെ വേസ്റ്റ്, പിന്നെ താഴെ നമ്മുടെ ലെങ്ത്ത് വരുന്ന ഭാഗത്ത്. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഒരു 2 ഇഞ്ച് കയറ്റിയിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ നമ്മൾ 2 ഇഞ്ചാണ് സീം അലവൻസ് കൊടുക്കുന്നത്. ഈ ഒരു സ്ലിറ്റിൻ്റെ പോർഷൻ മാത്രം നമ്മൾ 1 ഇഞ്ച് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതാ ഇവിടെ ഞാൻ 2 ഇഞ്ച് തന്നെ കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ മെയിൻ ക്ലോത്തിൽ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ലെങ്ത്തിൻ്റെ അവിടെ നിങ്ങൾക്കൊരു ഹാഫ് ഇഞ്ച് ഇങ്ങനെ മുകളിലേക്ക് കയറ്റിയിട്ട് ഇതുപോലെ കർവ് ചെയ്തിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്കിത് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യണ കാണാം. ഇപ്പം ഞാൻ ലൈനിങ് എങ്ങനെ മടക്കിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഞാനിവിടെ മുകളിൽ ഒരു ഹാഫ് ഇഞ്ചും താഴെ 14 ഇഞ്ചിൻ്റെ അവിടെ മാർക്ക് ചെയ്യുകയാണ്. വീണ്ടും നമുക്ക് 1 ഇഞ്ച് എക്സ്ട്രാ താഴേക്ക് വേണം മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 14+1.5 ഇഞ്ചാണ് നമുക്ക് എടുക്കേണ്ട ലെങ്ത്ത്. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിന് എത്രയാണോ ലെങ്ത്ത് അതേ +1.5 ഇഞ്ച് തന്നെ എടുക്കുക. മുകളിൽ ഹാഫ് ഇഞ്ച് ഷോൾഡറിനും താഴെ 1 ഇഞ്ച് മടക്കി അടിക്കാനും. അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്തു. ഇനി ആ ഹാഫ് ഇഞ്ചിൻ്റെ ഭാഗത്തേക്ക് ടേപ്പ് വെക്കരുത്. അതല്ലാതെ നമ്മൾ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഷോൾഡർ അതേപോലെ നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ താഴേക്ക് ആം ഹോളിൻ്റെ അവിടേക്കും 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് നമ്മളിവിടെ ചെസ്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ ചെസ്റ്റ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ചെസ്റ്റിൻ്റെ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ഉള്ള 4/1 ഭാഗം, അതായത് ഇപ്പോൾ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അതിനുശേഷം അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ ലൂസായിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ എനിക്ക് എടുക്കുമ്പോൾ 6.25 വരുന്നത്. അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് ഇവിടെ സീം അലവൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ഇഞ്ച് ഇടാം, 1.5 ഇഞ്ച് ഇടാം, 2 ഇഞ്ച് ഇടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ അതിന് ശേഷം ആം ഹോൾ ഒന്ന് കർവ് ചെയ്ത് വരച്ചിട്ടുണ്ട്. പിന്നെ ഷേപ്പ് ഒരു 9.5 ആ ഒരു ലെങ്ത്തിൽ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിവിടെ സെയിം വേസ്റ്റ് റൗണ്ടിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് ലൂസ് കൂട്ടുക. എന്നിട്ട് വീണ്ടും ഇവിടെ 5.5 കിട്ടുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. ഇവിടെ താഴെ നമ്മൾ കൊടുക്കുന്നത് 6.5 ഇഞ്ചാണ്, പ്ലസ് 1 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് കൊടുക്കുന്നത്. കാരണം ഞാൻ അവിടെ ഒരു 2 ഇഞ്ചിൻ്റെ ഒരു സ്ലിറ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടെ മാത്രം നമ്മൾ 1 ഇഞ്ചാണ് സീം അലവൻസ് കൊടുക്കുന്നത്. ബാക്കി ഇതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്ത് വരയ്ക്കാവുന്നതേ ഉള്ളൂ. പിന്നെ താഴെ ഇങ്ങനെ തൂങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹാഫ് ഇഞ്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ചെരിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഫ്രോക്ക് കട്ടിങ്ങിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഇതുപോലെ ഇങ്ങനെ ചെരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം, കറക്റ്റായിട്ട് കട്ട് ചെയ്യാതെ. ഇനിയിപ്പോൾ നമ്മളെ നെക്ക് വിഡ്ത്തും നെക്ക് ഡെപ്ത്തുമാണ്. നെക്ക് വിഡ്ത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 2.5 ഇഞ്ചാണ്. നെക്ക് ഡെപ്ത്ത് വന്നിട്ട് ബാക്കിൽ 2 ഇഞ്ചും ഫ്രണ്ടിൽ 3 ഇഞ്ചുമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതങ്ങനെ വരയ്ക്കുക. എന്നിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. പിന്നെ ഷോൾഡറിൻ്റെ അവിടെ ഒരു ഹാഫ് ഇഞ്ച് സ്ലോപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് എപ്പോഴും ഉള്ള പോലെ തന്നെ ഞാനത് ഇപ്പോൾ കട്ട് ചെയ്യാറില്ല. അത് നമ്മൾ മെയിൻ ക്ലോത്തേക്ക് അറ്റാച്ച് ചെയ്ത ശേഷം ഷോൾഡർ അടിക്കുന്ന സമയത്താണ് ഞാനത് ചെയ്യാറുള്ളത്. ഇനി നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തെല്ലാം നമ്മളിതുപോലെ തന്നെ നോച്ചസ് ഇട്ട് കൊടുക്കുക. അതും നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഈ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ആ ഒരു ഓഫ് ഷോൾഡർ കൊടുക്കുന്ന പോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് മെയിൻ ക്ലോത്തിലേക്ക് വെച്ചിട്ട് അതൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ ബാക്ക് നെക്ക് 2 ഇഞ്ച് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി ഫ്രണ്ട് നെക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഇഞ്ചിലൊന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിങ്ങനെ നിവർത്തി വെച്ചിട്ട് നമുക്ക് ഏത് സൈഡിലേക്കാണോ വേണ്ടത് ആ സൈഡിലേക്ക് വേണം നമ്മളിങ്ങനെ വരയ്ക്കാൻ കേട്ടോ. ഇതായിരിക്കും കൂടുതൽ എളുപ്പം. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇങ്ങനെ എടുത്തിട്ട്
ജസ്റ്റ് ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളൊന്ന് ഷേപ്പ് ചെയ്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടല്ലോ. ഇനി നമ്മളിത് മെയിൻ ക്ലോത്തേക്ക് വെച്ചിട്ട് ഒരു എക്സ്ട്രാ എപ്പോഴും ഇട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്യാറുള്ളത്. അതുപോലെ ബാക്ക് പീസ് 2 പീസ് ആയതുകൊണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ രണ്ടും ഒരേ സൈഡിലേക്കായിട്ട് പോകും. ഇനി നമ്മൾ ഈ ഫ്രണ്ടിൻ്റെ നെക്കൊന്ന് ഇതുപോലെ മെഷർ ചെയ്യണം. അപ്പോൾ ഏകദേശം 15 ഇഞ്ചാണ് കിട്ടണത്. അപ്പോൾ അതിൻ്റെ ഒരു 3 ഇരട്ടി നമുക്ക് നീളമുള്ള 2 ഇഞ്ചിൻ്റെ പീസാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറേ ചെറിയ പീസസും കുറച്ച് ഒരു വലിയ പീസും കൂടി വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു റാണി പിങ്ക് മാത്രമല്ലാതെ ഞാൻ ഗോൾഡൻ കളറും കൂടി ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷോൾഡറിലേക്ക് വെക്കാനുള്ള 2 പീസുകൾ നമ്മളൊന്ന് അടിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 6 ഇഞ്ച് ലെങ്ത്തും അതേപോലെ ഗോൾഡൻ കളർ 2 ഇഞ്ചും ആ റോസ് കളറ് 3 ഇഞ്ചുമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് എൻ്റെ ഒരു ഐഡിയ ആണ്. അതിപ്പോൾ നിങ്ങൾക്ക് വേറെ മെത്തേഡിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഇത് ഡബിൾ കളറിൽ ആ സ്ട്രാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇത് നല്ല ഭാഗത്തേക്ക് തിരിച്ചെടുക്കുമ്പോൾ അതാ ഇതേപോലെ കിട്ടും. എന്നിട്ട് ഇതിൻ്റെ ഒരു വിഡ്ത്ത് ഏകദേശം നമുക്ക് 2 ഇഞ്ചാണ് കിട്ടുക. ഇതേപോലെ തന്നെ ആ ലെങ്ത്തുള്ള പീസ് ഉണ്ടല്ലോ, അതും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ലോങ് ആയിട്ടുള്ള പീസുകൾ ജോയിൻ ചെയ്തിട്ട് നമ്മളിങ്ങനെ എടുക്കാം. ഇനി നമ്മൾ ലൈനിങ്ങിൻ്റെ നല്ല വശവും അതേപോലെ തന്നെ നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും കൂടി ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ, നമ്മളുടെ മറ്റേ നെക്ക് എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് വെച്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ലൈനിങ്ങിൻ്റെ താഴെ വയ്ക്കുക. എന്നിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. പിൻ ചെയ്ത ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് നെക്കും അടിക്കണം. അതേപോലെ തന്നെ ഞാൻ ആം ഹോളും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഫ്രോക്കിൻ്റെ വീഡിയോയിൽ ചെയ്ത പോലെ വേറെ ക്രോസ് പീസ് ഇട്ട് പിന്നെ മടക്കി അടിക്കാനൊന്നും നമ്മൾ നിൽക്കുന്നില്ല. ഇതേപോലെ തന്നെ ഞാൻ ലൈനിങ്ങിൻ്റെ ഒപ്പം തന്നെ ചെയ്യുകയാണ്. ആം ഹോളും കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കും. അതിന് ശേഷം ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആം ഹോളും കൂടി അതേപോലെ ചെയ്തിട്ട് എക്സ്ട്രാസൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ നോച്ചസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും ചെയ്തെടുക്കണം. ഇനി ഇവിടെ ബാക്ക് പീസ് മാത്രമാണ് ഞാൻ ഫ്രണ്ട് സൈഡിലേക്ക് തിരിച്ചിട്ടുള്ളത്. നമ്മളെ ഫ്രണ്ട് പീസ് ഇതേപോലെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. അത് നല്ല വശത്തേക്ക് തിരിച്ചെടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ തന്നെ വെച്ച ശേഷം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ക് പീസിൻ്റെ ഒരു സൈഡ് ഉണ്ടല്ലോ, നല്ല വശവും കൂടി ചേർത്തിട്ട് ഇങ്ങനെ ഉള്ളിലേക്കൊന്ന് കയറ്റി കൊടുക്കാം. നിങ്ങൾക്കത് മനസ്സിലാവണില്ലെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് നോക്കിയാൽ മതി. ഇത് അതുപോലെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. അപ്പോൾ നമ്മളെപ്പോഴും ലൈനിങ്ങും ഒരേപോലെ ഇരിക്കണം. അതേപോലെ തന്നെ നല്ല വശവും ഒരുമിച്ചിരിക്കണം. അപ്പോൾ ഒന്ന് മാത്രം നമ്മൾ നല്ല വശത്തേക്ക് തിരിച്ചിട്ടാൽ മതി. ഞാനിവിടെ ഫ്രണ്ട് പോർഷനിൽ നല്ല വശത്തേക്ക് തിരിച്ചിട്ടില്ല, ബാക്ക് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ വെച്ച ശേഷം കറക്റ്റായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഈ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലെ 1/2 ഇഞ്ചിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് അളവിലൊക്കെ വ്യത്യാസം വരണ പോലെ തോന്നും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടാണ് നെക്കും അതേപോലെ ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ തിരിച്ചെടുക്കുമ്പോൾ 2 സൈഡിലും കറക്റ്റ് തന്നെ ആയിരിക്കും. ഇനി നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിൽ ഒരു പോർഷനും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ അതിങ്ങനെ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഇവിടെയും നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇനിയാണ് നമ്മൾ നെക്ക് പതിച്ചടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഫ്രണ്ടിൽ നിന്നോ ബാക്കിൽ നിന്നോ തുടങ്ങാം. എന്നിട്ട് ഇതുപോലെ സൈഡിലൂടെ നമുക്ക് കറക്റ്റായിട്ടൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. അത് ബാക്കിൽ ഹുക്കും മൈയും വെക്കാനുള്ള പീസസ് ജോയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഫാബ്രിക്കും ആ ലൈനിങ്ങും കൂടി കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡിൽ ഞാൻ അത് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും ചെയ്തെടുക്കാം. അതിന് ശേഷം എക്സ്ട്രാസൊക്കെ കട്ട് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് 2 പീസാണ്. 2 പീസ് ക്ലോത്തുകൾ വേണം. ഒന്ന് ഹുക്കിനും ഒന്ന് ഐ പിടിപ്പിക്കാനുള്ളതും. അതിനായിട്ട് ഹുക്കിനുള്ളത് 2 ഇഞ്ചും ഐക്കുള്ളത് 3 ഇഞ്ചും നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതുപോലെ ഹുക്കിൻ്റെ പീസ് 2 ഇഞ്ചുള്ള പീസ് ലെങ്ത്ത് നമ്മുടെ ബ്ലൗസിനേക്കാൾ കുറച്ച് കൂടുതൽ കേട്ടോ, എന്നാലും ഇതുപോലെ മടക്കി വെക്കാനൊക്കെ പറ്റുള്ളൂ. എന്നിട്ട് നല്ല വശത്ത് ഹുക്കിൻ്റെ പീസ് നമ്മൾ അടിച്ചതുപോലെ പിടിപ്പിക്കണം. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മൾ നല്ല വശത്താണ് വെക്കുന്നത്. അതിന് ശേഷം ഇങ്ങനെ മറിച്ചിട്ട ശേഷം നമുക്കൊന്ന് ലൈനിങ്ങിൽ കൂടെ ഒന്ന് പതിച്ചടിക്കാം. അപ്പോൾ ഈ ക്ലോത്ത് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നിൽക്കണം കേട്ടോ. ലൈനിങ്ങിൻ്റെ സൈഡിലേക്ക് വേണം ആ എക്സ്ട്രാസ് ആയിട്ടുള്ള ഉള്ളിലേക്കുള്ള ക്ലോത്ത് നിൽക്കാൻ. അതിന് ശേഷം ലൈനിങ് കൂടെ ഒന്ന് പതിച്ചടിക്കുക.
അതിന് ശേഷം നമുക്കിതൊന്ന് ഉള്ളിലേക്ക് ഇട്ടിട്ട് ആദ്യം ഒരു തവണ ഇതുപോലെ മടക്കുക, വീണ്ടും ഒന്നുകൂടി മടക്കി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ക്ലോത്ത് കാണാത്ത രീതിയിൽ ഫ്രണ്ടിലേക്ക് കാണരുത് ഈ ക്ലോത്ത്, അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മറ്റേ പീസിലും ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നല്ല ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പിടിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ പുറത്തേക്ക് കുറച്ച് എക്സ്ട്രാ കാണും. അപ്പോൾ കാണുമ്പോൾ കുറച്ച് നല്ലത് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് നല്ല ക്ലോത്ത് വെച്ചു എന്ന് മാത്രം. ഇനി കുറച്ച് എക്സ്ട്രാ ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്യാം. 2.5 തൊട്ട് 3 ഇഞ്ച് വരെ ഇതിൻ്റെ വിഡ്ത്ത് എടുക്കാം കേട്ടോ. പിന്നെ നമ്മളിവിടെ മുകളിൽ ഇത് നമ്മളുടെ ടോപ്പിൻ്റെ ലൈനിങ് തുണിയുടെ മേലെ വെച്ചിട്ട് വേണം അടിക്കാൻ, അതായത് ചീത്ത വശത്ത് വെച്ചിട്ട് വേണം നമുക്കിത് അടിച്ചെടുക്കാൻ. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ടാണ് ഇത് മറിച്ചെടുക്കുന്നത്. ഹുക്ക് നമ്മൾ നേരെ തിരിച്ചായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ ആവുമ്പോൾ നമ്മൾ ഉള്ളിൽ നിന്നാണ് അടിച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ പിടിപ്പിക്കുന്നത് ഇപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ അതങ്ങനെ ക്ലോത്തിൽ തന്നെ പിടിപ്പിക്കുകയാണ്, അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തുന്നി പിടിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ഈസി ആവും നമുക്ക്. ഇനി നമുക്കിങ്ങനെ തിരിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം വേണമെങ്കിൽ ഈ സൈഡിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെ മടക്കി കൊടുത്ത ശേഷം വീണ്ടും ഒന്നുകൂടി ഇങ്ങനെ മടക്കുകയാണ്. ഈ മടക്കുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഓൾറെഡി ഒരു കര ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ഒരു പ്രാവശ്യം കൂടി മടക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് കരഭാഗം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു തവണയും കൂടി മടക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് എവിടെയൊക്കെയാണോ ഹുക്ക് വരേണ്ടത് അതൊന്ന് മെഷർ ചെയ്ത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ലാസ്റ്റ് മടക്കി അടിക്കാനുള്ള ഒരു ഭാഗം വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് ഏകദേശം 2 ഇഞ്ച് മെഷർ ചെയ്തിട്ട് നമുക്കൊന്ന് ഹുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ മടക്കിയിട്ട് മുകളിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്ന് ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ തന്നെ ഒരു വി ഷേപ്പ് ജസ്റ്റ് ഒന്ന് കൊടുത്തു വയ്ക്കണം. എവിടെയൊക്കെയാണോ നമ്മുടെ മാർക്കിങ്ങുകൾ അവിടെ എത്തുമ്പോൾ മാത്രം ഒന്ന് വി ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതാ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ജസ്റ്റ് ഒരു വി ഷേപ്പ് ഇതുപോലെ നമ്മളൊന്ന് ചെരിച്ച് പിടിച്ചിട്ട് ഒരു വി ഷേപ്പ് നമ്മൾ കൊടുക്കുകയാണ്. ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ മാക്സിമം ഒരു 1/4 ഇഞ്ച് അത്ര മതിയാവും നമുക്ക് ആ ഒരു ഹുക്കിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 1/4 ഇഞ്ചിലൊരു വി ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും താഴേക്ക് അടിച്ചു വരിക. എന്നിട്ട് അടുത്ത മാർക്കിംഗ് മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു മാർക്കിംഗ് എത്തുമ്പോൾ വീണ്ടും ഒരു വി ഷേപ്പ് കൊടുക്കുക. എന്നിട്ട് വീണ്ടും താഴേക്ക് അടിച്ചു വരിക. ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാ ഐസും ഇതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു മെത്തേഡാണിത്. ഇപ്പോൾ ആരും കൈ കൊണ്ടൊന്നും ഇങ്ങനെ ഇരുന്ന് തുന്നാറില്ല. ഓക്കെ, അപ്പോൾ ഇതല്ല നിങ്ങൾക്ക് കൈ കൊണ്ട് തുന്നാനാണ് ഈസി എങ്കിൽ അങ്ങനെ ചെയ്തോളൂ, കുഴപ്പമില്ല. ഹുക്കും ഇതേപോലെ തന്നെ നമുക്ക് വെച്ച് പിടിപ്പിക്കാം. അതിന് ശേഷം നമുക്ക് സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ എവിടെയാണോ 2 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളൂ സ്ലിറ്റ് ഉള്ളത്, അതുവരെ നമുക്ക് ചുരിദാറിൻ്റെ സൈഡൊക്കെ ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് അവിടെ കൊണ്ടുവന്ന് നമ്മൾ ലോക്ക് ചെയ്ത് നിർത്തണം. നമുക്കൊരു 2-3 സ്റ്റിച്ചും കൂടി നമുക്ക് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ ഇതുപോലെ നെക്കിൻ്റെ അവിടെ നമ്മൾ ഈ ഒരു പ്ലീറ്റ്സ് ഡിസൈൻസ് ഉണ്ടല്ലോ അത് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ആ ഒരു ക്ലോത്ത് പീസിനെ എടുത്തിട്ട് ഇതുപോലെ നല്ല വശത്ത് വെച്ചിട്ട് നമ്മൾക്കൊന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നോർമലി നമ്മൾ എങ്ങനെയാണോ പ്ലീറ്റ്സ് ഇടുന്നത് അതേപോലെ തന്നെയാണ് ഇടുന്നത്. പക്ഷെ ഇവിടെ ഇടുമ്പോൾ നിങ്ങൾ ആ ഒരു നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് ഒന്ന് അത് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. അത് മാത്രമേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം. ഇനി നമുക്ക് ഇത് ഫുള്ളായിട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡും കൂടി ജോയിൻ ചെയ്യുക. അതിന് ശേഷം സ്ലിറ്റ് അടിക്കുക. അതിന് ശേഷം താഴെ ഭാഗം ഒന്ന് മടക്കി അടിക്കാം. നമുക്ക് സ്ലിറ്റ് അടിക്കാം. താഴേന്ന് ഒരു 1/2 ഇഞ്ച് മടക്കുക, വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കുക. അതിന് ശേഷം താഴേന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു നമ്മൾ കെട്ടിട്ട് നിർത്തിയ ആ ഒരു ഭാഗം എത്തുമ്പോൾ ഇതുപോലെ തിരിക്കുക. എന്നിട്ട് വീണ്ടും അപ്പുറത്തെ ഭാഗത്ത് ഇതുപോലെ മടക്കി വയ്ക്കുക. അതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ കൊണ്ടുവരാം. ഇതേപോലെ തന്നെ നമുക്ക് 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചുരിദാറിൻ്റെ സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ താഴത്തെ മെഷർമെൻറ്റ് ഇപ്പോൾ നമുക്ക് 14 ഇഞ്ചാണല്ലോ, അത് മാർക്ക് ചെയ്തിട്ട് അവിടെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒന്ന് മടക്കി അടിക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടോപ്പ് കംപ്ലീറ്റ് ആയി. പിന്നെ ഞാൻ ഇതിൽ ചെറിയൊരു 2-3 സ്റ്റോൺ ഇങ്ങനെ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ലേസ് കൂടി ഞാൻ ആ കൈയിൻ്റെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ളൊരു ടോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.